നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. സൗദയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വൈശാഖ മാസം ആരംഭമാണ്. അപ്പോൾ വൈശാഖം വളരെ ഗംഭീരമായിട്ട് എല്ലാവർക്കും കൊണ്ടാടാൻ സാധിക്കട്ടെ. ഒരുപാട് നാമം ജപിക്കാൻ സാധിക്കട്ടെ, ദാനധർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ, സൽപ്രവർത്തികൾ ചെയ്യാൻ സാധിക്കട്ടെ. വളരെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഈ വൈശാഖം നമുക്കെല്ലാവർക്കും അനുഗ്രഹീതരാകട്ടെ. നമ്മൾ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഒരുപാട് ലഭിക്കട്ടെ അല്ലേ. കഴിഞ്ഞ വർഷത്തെ വൈശാഖത്തിൽ നമ്മൾ 5 കോടിയോളം നാമം ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ സമർപ്പിച്ചു. ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട് ഈ വർഷം എന്താണ് വൈശാഖത്തിൽ നാമജപം വെക്കാതെ ഇരുന്നതെന്ന്. ഇപ്പോൾ നമ്മൾ ഫ്രീക്വൻ്റ്ലി ഒരുപാട് മുടക്കം വരുന്നുണ്ട് അല്ലേ. എല്ലാ ദിവസവും കണ്ടിന്യൂസ്ലി വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല. കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്തിരുന്നു. ഒരു 3-4 ദിവസമൊക്കെ ഗ്യാപ്പ് ഉണ്ടായിരുന്നുള്ളൂ, ഇൻ ബിറ്റ്വീൻ മുടങ്ങി പോയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുടക്കങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈശാഖ നാമജപം വെച്ചാലും അത് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അതിന് കുറേ കൺഫ്യൂഷൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. മാത്രമല്ല, മണ്ഡലകാലത്തെ നാമജപത്തിലെ ഒരു ഫൈനൽ റിസൾട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ പറ്റാത്തതിൽ ഇന്നും എനിക്ക് ഒത്തിരി വിഷമമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു അത് വേണ്ട, ഇത്തവണ കഴിഞ്ഞ വർഷം നമ്മൾ ആചരിച്ച് വന്ന പോലെ തന്നെ ഈ വർഷവും ആചരിക്കാൻ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. അപ്പം അങ്ങനെ പോട്ടെ എന്ന് കരുതിയിട്ടാട്ടോ. ആരും ഇതുകൊണ്ട് നാമജപം വേണ്ടാന്ന് വെക്കേണ്ട. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ നമ്മളൊരു ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് അത്രയും നാമം ജപിക്കാൻ ഗുരുവായൂരപ്പനോട് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. അത്രയും നാമം ജപിച്ചെത്തിക്കാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇന്നലെ ഉച്ചപൂജയ്ക്ക് ഉണ്ടായിരുന്ന അലങ്കാരം എനിക്ക് കാണാൻ സാധിച്ചില്ല. ഞാൻ ചെന്ന സമയത്ത് പുണ്യാഹമായിരുന്നു. അപ്പോൾ പുണ്യാഹം കഴിഞ്ഞ് ദീപാരാധനയ്ക്ക് ശേഷമാണ് ഞാൻ ഇന്നലെ തൊഴുതത്. കേരളീയ സമ്പ്രദായത്തിലെ മുണ്ടൊക്കെ കൊടുത്ത് നിൽക്കുന്ന ഉണ്ണികൃഷ്ണനെ കണ്ടു തൊഴുതിട്ടാണ് വന്നത്. അപ്പോൾ ആ ഒരു ഉണ്ണികൃഷ്ണൻ്റെ പാദ നമസ്കാരം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ചോദ്യം നോക്കാം കേട്ടോ. അജി MC എന്നൊരു ഭക്തയും അതുപോലെ തന്നെ ശോഭ രാമചന്ദ്രൻ എന്നൊരു ഭക്തയും, രണ്ടുപേരുടെയും ചോദ്യം വൈശാഖ മാസ വ്രതം സവിത എങ്ങനെയാണ് എടുക്കുക എന്നുള്ളതാണ്. സവിത എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് ചോദിച്ച കാരണം കേട്ടോ ഞാൻ പറയണേ. വൈശാഖ മാസ വ്രതം ഓരോരുത്തരും ഓരോ രീതിയിലാണ് ആചരിക്കുന്നത്. ഒരുപാട് വീഡിയോസ് ഇപ്പോൾ വന്നിട്ടുണ്ട് വൈശാഖ മാസ ആചരണത്തിനെ കുറിച്ച് അല്ലേ. എനിക്കങ്ങനെ വലിയ വ്രതനിഷ്ഠകളൊന്നും ഇല്ലാത്ത ഒരാളാണ്. ഒരിക്കലൂണാണ് പതിവ്. ഒരു നേരം മാത്രം അരിഭക്ഷണം കഴിക്കുന്നു എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ട് ഞാൻ നോക്കാറുള്ളത്. പകലുറക്കം പതിവില്ല. ഒരു ഏകാദശിയുടെ സമ്പ്രദായത്തിലാണ് പോവാറുള്ളത്. പക്ഷെ അത് ഒരു 30 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത് കൊണ്ട് പൂർണ്ണമായും അരിഭക്ഷണം ഉപേക്ഷിക്കാറില്ല എന്ന് മാത്രം. ഒരു നേരം അരിഭക്ഷണം കഴിക്കാറുണ്ട്. ബാക്കിയുള്ള നേരങ്ങളിൽ സാധാരണ വേറെ ഏതെങ്കിലും ഭക്ഷണം, ലഘുഭക്ഷണമാണ് കൂടുതലും. അതുപോലെ തന്നെ നമുക്ക് പഴങ്ങൾ കഴിച്ചുകൊണ്ട്, ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ട് തോൽക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നന്നായി. കൂടുതലായിട്ട് നാമം ജപിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്, നാരായണീയം വായിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്, അതുപോലെ നാരായണ കവച മന്ത്രം ചൊല്ലാൻ ശ്രദ്ധിക്കാറുണ്ട്, സഹസ്രനാമം ചൊല്ലാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളോട് കൂടിയിട്ടാണ് വൈശാഖം മുന്നോട്ട് കൊണ്ടുപോകാറുള്ളത്. അപ്പം നിങ്ങളും നിങ്ങളുടേതായ രീതിയിൽ വൈശാഖ മാസത്തിൽ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് ആലോചിച്ചുകൊണ്ട് അതിന് വേണ്ട രീതിയിൽ മുൻകൂട്ടി ക്രമീകരിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ സാധ്യമാവുക തന്നെ ചെയ്യും. അപ്പോൾ ഓരോരുത്തർക്കും വൈശാഖം ഈ പറഞ്ഞ പോലെ തന്നെ വളരെ നന്നായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ കേട്ടോ. ശരണ്യ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, ടീഷർട്ട് ഇട്ടുകൊണ്ട് പെൺകുട്ടികൾക്ക് അമ്പലത്തിൽ കയറാമോ എന്ന്. അങ്ങനെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല കേട്ടോ. ജീൻസ് ഒന്നും ഇട്ടിട്ട് ആരും വരാറില്ല എന്നേ ഉള്ളൂ. പക്ഷെ വല്ലാത്ത റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല. പുരുഷന്മാർക്കാണെങ്കിലാണ് ഷർട്ട്, ലുങ്കി, ബനിയൻ അങ്ങനത്തെ ഒന്നും ധരിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. സ്ത്രീകൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല. ടീഷർട്ട് ഇട്ട് വരുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മുടെ ഒരു ഔചിത്യം എന്നല്ലേ പറയാം. നമ്മളൊരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ എങ്ങനെയാണോ ഒരു മിനിമം രീതിയിൽ ഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് പല ആളുകളും ഇപ്പോൾ അതൊക്കെ മറന്നു പോകുന്നുണ്ട് കേട്ടോ. പല ആൾക്കാരുടെയും ഡ്രസ്സിങ്ങൊക്കെ കാണുമ്പോൾ നമുക്ക് ഇത്തിരി വിഷമമൊക്കെ തോന്നാറുണ്ട്. അമ്പലമല്ലേ, അമ്പലത്തിലേക്ക് ഇങ്ങനെ വേണമായിരുന്നു എന്നൊക്കെ തോന്നാറുണ്ട്. പക്ഷെ അതൊക്കെ പേഴ്സണൽ ചോയ്സാണ് കേട്ടോ. അവനവൻ്റെ ഇഷ്ടം, അവനവൻ്റെ കംഫർട്ട് എന്നല്ലാതെ എന്താ പറയുക. അടുത്ത ചോദ്യം. വാണി ബൈജു എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, കയറ് വഴിപാടിനെ പറ്റി ഒന്നുകൂടി പറഞ്ഞു തരുമോ എന്ന്.
കയറ് വഴിപാട് നമ്മൾ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ മാറാൻ കയറ് വഴിപാട് ചെയ്യാറുണ്ട്. അതേമാതിരി തന്നെ ജീവിതത്തിൻ്റെ പ്രാരാബ്ധ കെട്ടഴിയാൻ എന്ന രീതിയിലും ഈ ഒരു കയറ് വഴിപാട് ചെയ്യാറുണ്ട്. കയറ് നമുക്ക് വേണമെങ്കിൽ വാങ്ങി കൊണ്ടുവന്ന് വയ്ക്കാം, അതല്ലെങ്കിൽ കൊടിമരത്തിൻ്റെ ചോടെ ഭണ്ണാരത്തിൻ്റെ അവിടെയായിട്ട്, അതായത് നമ്മൾ സമർപ്പിക്കുമ്പോൾ അവിടെ സമർപ്പിക്കാം, അതല്ലെങ്കിൽ ഈ ആൾരൂപം എടുത്തു വയ്ക്കുന്ന സ്ഥലത്ത് കയറ് കെട്ടും. അപ്പോൾ അത് എടുത്തു വെച്ചിട്ട് ഒരു യഥാശക്തി എത്ര എമൗണ്ട് എന്ന് വെച്ചാൽ അത് ഭണ്ണാരത്തിൽ നിക്ഷേപിച്ചാൽ മതിയാവും. അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. അപ്പോൾ ഇത് ഏത് വേണമെന്നുള്ളത്, അതുപോലെ തന്നെ കയറുകൊണ്ട് തുലാഭാരം, ഇപ്പോൾ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരുന്ന ആൾക്കാർ കയറുകൊണ്ട് തുലാഭാരം തൂക്കാറുണ്ട് കേട്ടോ. പണ്ട് യശോദമ്മ ഒരലിൽ കെട്ടിയിലോ ഉണ്ണികൃഷ്ണനെ ആ ഒരു കഥ അനുസ്മരിക്കുന്ന സമയത്താണ് ആചാര്യൻ ഈ ഒരു കാര്യം പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ. എത്ര കയറെടുത്തുകൊണ്ട് വന്നാലും 2 വിരലുകളുടെ നീളം കുറവ്, വീണ്ടും എടുത്ത് വേറെ കയറെടുത്തുകൊണ്ട് വന്ന് കൂട്ടിക്കെട്ടി നോക്കുമ്പോഴും 2 വിരൽ നീളം കുറവ്. അങ്ങനെ ഭഗവാനെ കെട്ടാൻ സാധിക്കാതെ വരികയും ഓടിക്കതയ്ക്കുകയൊക്കെ ചെയ്ത യശോദമ്മയ്ക്ക് മുന്നിലെ ഗുരുവായൂരപ്പൻ ആദ്യം കൊണ്ടുവന്ന കയറുകൊണ്ട് തന്നെ എന്നെ അമ്മ കെട്ടിയിട്ടോട്ടെ എന്ന് വിചാരിക്കുന്ന നിമിഷം കെട്ടാൻ സാധിച്ചു എന്നും, സ്നേഹമാകുന്ന ആ ഒരു കയറുകൊണ്ട് മാത്രമേ ഗുരുവായൂരപ്പനെ ബന്ധിക്കാൻ സാധിക്കുള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. ആ സമയത്താണ് അദ്ദേഹം പറയാറുള്ളത്, ജീവിത പ്രാരാബ്ധങ്ങളുടെ കെട്ടഴിയാനായിട്ട് കയറ് വഴിപാട് ഇന്നും സമർപ്പിക്കാറുണ്ട്. അതുപോലെ ഓടിക്കതച്ചെത്തിയ യശോദമ്മയുടെ ആ ഒരു ശ്വാസം, ഇങ്ങനെ ദീർഘശ്വാസം വലിച്ചുകൊണ്ടാണല്ലോ ഓടുമ്പോൾ നമുക്ക് ഉണ്ടാവുക. ആ ഒരു അതിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ മാറാനും ഒക്കെ കയറ് വഴിപാട് വെച്ച് ചെയ്യണത് നല്ലതാണെന്നാണ് ആചാര്യന്മാരും പൂർവികരും ഒക്കെ അനുസ്മരിച്ച് കേട്ടിട്ടുള്ളത് കേട്ടോ. സുനിത ബൈജു എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട്, കടുക് വഴിപാട് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്ന്. അങ്ങനെ ഇന്ന കാര്യത്തിന് ഇന്ന വഴിപാടൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സങ്കല്പിച്ച് ഗുരുവായൂരപ്പൻ എന്തുകൊണ്ട് വെച്ചാലും സ്വീകരിക്കും. ഇത് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. എന്നാലും പൂർവികരെ കടുക് സമർപ്പിക്കാറുള്ളത് കലഹം ഒഴിവാക്കാനാണ് കേട്ടോ. ഏതെങ്കിലും തരത്തിലുള്ള കലഹങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇത് ഞാനിങ്ങനെ പറയുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്, എന്നാൽ പിന്നെ യുദ്ധം നടക്കുന്ന രാജ്യത്തെ കുറച്ച് കടുക് ഇവിടെ ഗുരുവായൂരപ്പന് സമർപ്പിച്ചാൽ പോരെ, അവർ തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ പറ്റില്ലേ എന്ന്. അങ്ങനെയല്ല കേട്ടോ. അതിനൊക്കെ എല്ലാത്തിനും അതിൻ്റേതായ ഓരോ ശാസ്ത്രീയ വശങ്ങളുണ്ടെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഇപ്പോൾ കടുകൊക്കെ താളിച്ചിട്ടല്ലേ നമ്മളെല്ലാ കറികളും ഒക്കെ ഉണ്ടാക്കുക. ഈ കടുകിന് ദേഷ്യം കുറയ്ക്കാനുള്ളൊരു എന്താ പറയുക, ശാസ്ത്രീയമായി നോക്കുകയാണെങ്കിൽ ദേഷ്യം കുറയ്ക്കാൻ സാധിക്കുന്ന ഒരു വസ്തുവാണ് ഈ കടുക് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പം അത് ആരോ ഔചിത്യപൂർവ്വം ചെയ്തതായിരിക്കാം ഈ കടുക് ഗുരുവായൂരപ്പന് കൊണ്ട് കുറച്ച് സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ ഒരു കലഹം മാറുന്നു. അതല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഈ കടുക് ചിന്തിയാൽ വീട്ടിൽ കലഹം ഉറപ്പാണ് എന്ന് പണ്ടുള്ള ആളുകൾ പറയാറുണ്ട്. അതൊക്കെ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി പറയണതാണ്. അതായത് കടുക് നിലത്ത് വീണ് ചിന്തിപ്പോയി കഴിഞ്ഞാൽ നമുക്കത് പെറുക്കിയെടുക്കാൻ നല്ല പ്രയാസമാണ്, അത്ര ചെറുതല്ലേ. അപ്പോൾ അത് ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണം കുട്ടികൾ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം പൂർവികർ നമ്മൾ കുട്ടികളോട് ഇങ്ങനെ പറയാറ്, കടുക് നിലത്ത് വീണാൽ കലഹം ഉറപ്പാണ്, അതുകൊണ്ട് തന്നെ കടുകിൻ്റെ കാര്യത്തിൽ നന്നായിട്ട് ശ്രദ്ധ വേണം എന്ന് പറയണത്. അപ്പോൾ ഈ കടുകിനെ നമ്മൾ എപ്പോഴും റിലേറ്റ് ചെയ്യുന്നത് ദേഷ്യം, കലഹം ഇതുമായിട്ടാണ്. അപ്പം ഇങ്ങനെ റിലേറ്റ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ഗുരുവായൂരപ്പനെ കടുക് കൊണ്ട് സമർപ്പിക്കാൻ ആരെങ്കിലും ആദ്യമായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അതിൻ്റെ പിന്തുടർച്ചയായിട്ടായിരിക്കാം ഇപ്പോഴും ആളുകൾ കടുക് കൊണ്ടുവന്ന് സമർപ്പിക്കുന്നത്. ഇത് കൊടിമരത്തിൻ്റെ ചോടയുള്ള ഭണ്ണാരത്തിൻ്റെ മുകളിൽ വെക്കാം, അതല്ലെങ്കിൽ മഞ്ചാടി ചെമ്പിൽ കടുക് കൊണ്ടുവന്ന് ഇടുന്ന ആളുകളുണ്ട് കേട്ടോ. മഞ്ചാടി വാരുന്നതിൻ്റെ കൂടെ നമ്മൾ കടുകും കൂടി ഇങ്ങനെ നമ്മുടെ കയ്യിലാവാറുണ്ട്. അപ്പോൾ മഞ്ചാടി ചെമ്പിൽ കടുക് കൊണ്ടിട്ടാൽ വാതാതി രോഗങ്ങൾക്ക് നല്ലതാണ് എന്നൊരു പക്ഷമുണ്ട്. ശത്രുനാശത്തിന് നല്ലതാണ് എന്ന ഒരു പക്ഷമുണ്ട്. ശത്രുനാശം എന്നൊക്കെ പറയുന്നത് എനിക്കറിയില്ല, നമ്മൾ ശത്രുക്കളായിട്ടൊന്നും ആരെയും കാണരുതെന്നാണ് നമ്മളുടെ പൂർവികർ അതും പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മുടെ ശത്രുക്കൾ നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് എന്നും പറയാറുണ്ട്. അപ്പം ഇതൊക്കെ ഓരോരുത്തരുടെയും ഔചിത്യപൂർവ്വം ചെയ്യൂ എന്നാണ് ഞാൻ വീണ്ടും 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 പറയണത് കേട്ടോ. നമുക്കിങ്ങനെ പുരാണങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നമുക്ക് വേണ്ടി പുരാണങ്ങളെല്ലാം ഭഗവാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ എല്ലാത്തിൻ്റെയും അവസാനം ഇതൊക്കെ യുക്തിപൂർവം ചിന്തിച്ച് വേണ്ട രീതിയിൽ പ്രവർത്തിക്കൂ എന്നും കൂടി പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് കാര്യം ഇങ്ങനെ ആലോചിച്ചെടുക്കുകയാണെങ്കിലും നമ്മുടെ ഉള്ളിൽ അതിനുള്ള ആൻസറും ഉണ്ടായിരിക്കും. നമ്മളൊന്ന് ഇരുന്ന് ചിന്തിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പഞ്ചസാര കൊണ്ട് തുലാഭാരം തൂക്കാൻ നേരുന്ന ഒരു ഭക്തന് അല്ലെങ്കിൽ ഭക്തയ്ക്ക് എന്തുകൊണ്ടാണെന്ന് അവരോട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ പലരും പല റീസണും പറയാറുണ്ട്. മിക്കവാറും ആളുകൾ പറയാറുള്ളത് ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസ് കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു, ഗുരുവായൂരപ്പന് കുറച്ച് പഞ്ചസാര കൊണ്ടുപോയി കൊടുത്താൽ എൻ്റെ അസുഖങ്ങളൊക്കെ മാറും എന്നാണ് എൻ്റെ വിശ്വാസം, ഇങ്ങനെ പറയാറുണ്ട് അല്ലേ.
അപ്പോൾ ഇതൊക്കെ ഒരു ഔചിത്യമാണ്. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ ആരെങ്കിലുമൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ തന്നെ നമ്മുടെ ഉള്ളിലെല്ലാം തോന്നിപ്പിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കലഹം മാറാൻ കടുക് എന്നാണ് പൊതുവെ പറയാറുള്ളത്. ശ്രുതി ശ്രീജിത്ത് എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട്, ദീർഘസുമംഗലി ആയിരിക്കാൻ നാരായണീയത്തിലെ ഏതു ഭാഗമാണ് ജപിക്കേണ്ടത് എന്ന്. നാരായണീയത്തിനെ മുഴുവനായിട്ടും ആശ്രയിക്കാം. നമുക്ക് ശ്രേയസ്സും പ്രേയസ്സും തരും നാരായണീയവും ഭാഗവതവും എന്നാണ് ആചാര്യൻ പറയാറുള്ളത്. ശ്രേയസ് എന്നാൽ നമുക്ക് എല്ലാ തരത്തിലുള്ള ഉയർച്ചയും, പ്രേയസ് എന്ന് പറഞ്ഞാൽ ഭൗതികമായ ഉയർച്ചയും, ശ്രേയസ് എന്ന് പറഞ്ഞാൽ സൽകീർത്തിയും, രണ്ടും നമുക്ക് ഭാഗവതവും നാരായണീയവും പ്രദാനം ചെയ്യും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി സുമംഗലി ആയിരിക്കാനായിട്ട് നാരായണീയത്തിലെ സ്വയംവരം ചൊല്ലുന്നത് വളരെ നല്ലതാണ്. രുക്മിണി സ്വയംവരം 78, 79 ഭാഗങ്ങളിലായിട്ടാണ് രുക്മിണി സ്വയംവരം പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഭഗവാന്റെ ധർമ്മപത്നിയായിട്ടുള്ള രുക്മിണിയുടെയും കഥയാണ് ആ ഒരു 2 ദശകങ്ങളിലായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അനുഭവമുള്ള അനേകം ഭക്തർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് ചൊല്ലുന്നത് നല്ലതാണ്, ഇഷ്ടവിവാഹം നടക്കാൻ ചൊല്ലുന്നത് നല്ലതാണെന്നും നെടുമംഗല്യത്തിന് ചൊല്ലുന്നത് നല്ലതാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ 78ഉം 79ഉം ദശകങ്ങൾ ചൊല്ലിക്കോളൂ കേട്ടോ. ശരണ്യ എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട്, മഞ്ചാടി കൊണ്ട് വഴിപാട് നടത്തുന്നത് എന്തിനാ ചേച്ചിന്ന്. അങ്ങനെ ചോദിച്ചാൽ അങ്ങനെയൊന്നും ഇല്ല കുട്ടി. ഗുരുവായൂരപ്പനെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കളിപ്പാട്ടായിട്ട് കണക്കാക്കും നമ്മുടെ മഞ്ചാടിയെ. നമ്മുടെയൊക്കെ ഗൃഹങ്ങളിൽ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ പുറത്തു പോയി വരുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു കളിപ്പാട്ടം വാങ്ങി കൊണ്ടുപോയി കൊടുക്കുമല്ലോ. അപ്പോൾ ആ കുട്ടികൾക്ക് ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. ഇതുപോലെ ഭഗവാന് സന്തോഷം ഉണ്ടാവാനാണ് നമ്മൾ മഞ്ചാടി സമർപ്പിക്കണേന്ന് വിചാരിച്ചോളൂ കേട്ടോ. ഇത് പറഞ്ഞ സമയത്താണ് കഴിഞ്ഞ ദിവസം ഭാഗവത സത്രത്തിന് തിരുവമ്പാടി അമ്പലത്തിൽ പങ്കെടുക്കാൻ സാധിച്ചു. അപ്പോൾ ആചാര്യൻ പറഞ്ഞു, ഞാൻ ആ വീഡിയോ ഇട്ടതിലുണ്ട് കേട്ടോ, ആചാര്യൻ പറയുന്നത് കൃഷ്ണന് സുഖാവാനാണ് സത്രം നടത്തുന്നത് എന്ന്. അത് എത്ര നല്ല ആ ഒരു ചിന്തയാണല്ലേ അവരുടെ, ഭഗവാന് സുഖാവാൻ, സന്തോഷാവാൻ എന്ന രീതിയിൽ. അപ്പോൾ നമുക്കും അങ്ങനെ ചിന്തിക്കാം, ഭഗവാന് സന്തോഷാവാൻ നമ്മുടെ എല്ലാ പ്രവർത്തികളും ഭഗവാനിൽ സമർപ്പിക്കുക, ഭഗവാന് സന്തോഷമാവണേ എന്ന് പ്രാർത്ഥിക്കുക. അപ്പം നമുക്ക് സൽപ്രവർത്തികളെ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പം നമുക്ക് ഒരിക്കലും മറ്റൊരാളോട് മോശമായിട്ട് പെരുമാറാനോ ചതിക്കാനോ വഞ്ചിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും തന്നെ നമ്മൾ മുതിരാതിരിക്കും. കാരണം നമ്മളെല്ലാം കൃഷ്ണാർപ്പണമായിട്ടാണ് ചെയ്യണത് എങ്കിൽ. അപ്പോൾ ഇതും അതുപോലെയുള്ളൂ. മഞ്ചാടി സമർപ്പിക്കണത് എന്തിനാ ചോദിച്ചാൽ നമുക്ക് എന്തിനും ഗുരുവായൂരപ്പന് മഞ്ചാടി കൊടുക്കാം. ഉണ്ണി കൃഷ്ണ അതാ മഞ്ചാടി കൊണ്ട് കുറച്ച് നേരം കളിക്കൂ ഉണ്ണി കൃഷ്ണ, എന്നിട്ട് എൻ്റെ ഈ വിഷമം ഒന്ന് അങ്ങ് തീർത്തു തരൂ, എൻ്റെ മനസ്സിലും ഇതുപോലെ കളിക്കാനുള്ളൊരു സന്തോഷം ഉണ്ടാക്കി തരൂ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മഞ്ചാടി കൊണ്ടുവയ്ക്കാം കേട്ടോ. സുജില എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട്, തുലാഭാരം നമ്മൾ ചീട്ടാക്കണോ എന്ന്. തുലാഭാരം ഷീട്ടാക്കല്ല, മുൻകൂട്ടി ഷീട്ടാക്കേണ്ട കാര്യമില്ല. അവിടെ തുലാഭാര കൗണ്ടറിൽ വന്നിട്ട് ഏത് ദ്രവ്യം കൊണ്ടാണോ തുലാഭാരം അത് പറയുക, അത് അവർ തുലാഭാരം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരഭാരം കണക്കാക്കിയിട്ട് ആ കണക്കാക്കിയ എമൗണ്ട് അത് അവിടെ അടയ്ക്കുക. അപ്പോൾ നമുക്ക് ഷീട്ട് തരും. അങ്ങനെയാണ് കേട്ടോ. ഇവിടെ ലഭ്യമായിട്ടുള്ള ദ്രവ്യങ്ങളായിരിക്കണം, അതല്ലാത്തത് നമ്മൾ കൊണ്ടുവരേണ്ടി വരും. മീനു അഭിലാഷ് എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട്, സവിത അമ്പലപ്പുഴ പോയിരുന്ന കാര്യങ്ങൾ പറയൂ. അമ്പലപ്പുഴ പോയിട്ട് എന്താ, അമ്പലപ്പുഴ ഉണ്ണികൃഷ്ണനെ കണ്ടു, കണ്ണ് നിറയെ കണ്ടു തൊഴുതു. അലങ്കാരങ്ങളില്ലാതെയാണ് ഇത്തവണ ഞാൻ അമ്പലപ്പുഴ ഉണ്ണികൃഷ്ണനെ കണ്ടത്. സാധാരണ അലങ്കാരത്തോട് കൂടിയിട്ടാണ് കാണാറ്. എല്ലാം കുറച്ച് വ്യത്യസ്തമാണ് കേട്ടോ. തെക്കോട്ടേക്കും വടക്കോട്ടേക്കുള്ള വ്യത്യാസങ്ങളൊക്കെ അവിടെയുണ്ട്. പക്ഷെ അവിടെ ഒരുപാട് ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായിട്ടുള്ള ക്ഷേത്രമാണ്. അതായത് നമ്മൾ പഞ്ചസാര പായസം, പാൽപ്പായസത്തിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടല്ലേ, അമ്പലപ്പുഴ പാൽപ്പായസത്തിനെ കുറിച്ചിട്ട്. അമ്പലപ്പുഴ പാൽപ്പായസത്തിൽ പഞ്ചസാര എടുക്കുന്ന സമയത്ത് വാസുദേവ എന്നൊരു വിളിയുണ്ടെന്നും, അതുപോലെ തൃപ്പുകയുടെ സമയത്ത് 4 നടയിലും നിന്നുകൊണ്ട് വാസുദേവ എന്ന് വിളിക്കാറുണ്ട്. ഇതൊക്കെ അവിടുത്തെ ആചാരങ്ങളാണ് കേട്ടോ. പിന്നെ ഗുരുവായൂർ ക്ഷേത്രമായിട്ട് ഒരുപാട് അഭേദ്യമായ ബന്ധം എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള ഒരു അമ്പലമാണ്. അതായത് ഗുരുവായൂരപ്പനെ ടിപ്പു സുൽത്താൻ്റെ ആ ഒരു പടയോട്ടക്കാലത്ത് ഈ ഒരു വിഗ്രഹം, മൂലവിഗ്രഹം മാത്രമാണെന്നോ അല്ലെങ്കിൽ വിഗ്രഹം ഇല്ല ചൈതന്യം മാത്രമാണെന്നൊക്കെ പറയുന്നു, അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിവില്ല കേട്ടോ. വിഗ്രഹം മറ്റൊരു സ്ഥലത്ത് സൂക്ഷിച്ചതായിരുന്നു എന്നും ചൈതന്യം മാത്രം ആവാഹിച്ചെടുത്ത് കൊണ്ടുപോയതാണെന്നും, എങ്ങനെയായാലും നമ്മുടെ ഗുരുവായൂരപ്പനെ അവിടെ കുറേ കാലം ഉണ്ടായിരുന്നു, അത് മാത്രമേ എനിക്കറിയുള്ളൂ. അപ്പോൾ നമ്മുടെ ഗുരുവായൂരപ്പനെ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഈ പാൽപ്പായസത്തിൻ്റെ രുചി അദ്ദേഹത്തിനും വളരെ പ്രിയങ്കരമായിരുന്നു എന്നും, ഇന്നും നമ്മുടെ ഗുരുവായൂരപ്പൻ
പാൽപ്പായസം സ്വീകരിക്കാനായിട്ട് ഇവിടുത്തെ ഉച്ചപൂജ കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാറുണ്ടെന്നും അതുകൊണ്ടാണ് ഇവിടുത്തെ ഉച്ചശിവേലി മഹാക്ഷേത്രങ്ങളിൽ നടക്കാറുള്ള ഉച്ചശിവേലി വൈകുന്നേരം നട തുറന്നതിന് ശേഷം നടത്തുന്നത് എന്നൊക്കെയാണ് ആചാര്യന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുമാത്രമല്ല നല്ല എന്താ പറയുക, നല്ലൊരു അന്തരീക്ഷമാണ്. ഒരു പ്രാവശ്യമെങ്കിലും തൊഴാൻ പറ്റിയാൽ വളരെ നല്ലതാണ്. പാർത്ഥസാരഥി ഭാവത്തിലാണ് ഗുരുവായൂരപ്പൻ അവിടെ ഉള്ളത്. ഉണ്ണികൃഷ്ണൻ എന്ന് പറയുംച്ചാലും പാർത്ഥസാരഥി ആയിട്ടാണ് അവിടെ അമ്പലപ്പുഴ ഉള്ളത് കേട്ടോ. എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി നമ്മൾ ഉണ്ണികൃഷ്ണ എന്ന് വിളിച്ചാൽ അദ്ദേഹം ഉണ്ണികൃഷ്ണനായി മാറുമെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഉണ്ണികൃഷ്ണൻ്റെ ഭാവം ഭഗവാനും വലിയ ഇഷ്ടമാണ് തോന്നുന്നു. ഒരു രണ്ടമ്മമാർ പോയിട്ട് ഉണ്ണികൃഷ്ണ എന്ന് വിളിച്ചാൽ എന്തോന്ന് പറഞ്ഞ് വിളി കേൾക്കുന്ന ഒരു സമ്പ്രദായമാണ് നമ്മുടെ കൃഷ്ണനെ തോന്നുന്നു അല്ലേ. അപ്പം എന്തായാലും അങ്ങനെയൊക്കെ ഉള്ള വിശേഷങ്ങളാണ് അമ്പലപ്പുഴ. ഇനിയും പോകണം, അടുത്ത മാസം പോവും. അപ്പോഴും കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാമെന്ന് വിചാരിക്കുന്നു. അമ്പലപ്പുഴ കൃഷ്ണൻ്റെ നാടകശാല സദ്യ ഇതൊക്കെ ഞാൻ പറയാറുള്ള കാര്യം കേട്ടോ. എന്നാലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അനുസ്മരിക്കാം നമുക്ക് അമ്പലപ്പുഴ കൃഷ്ണനെ അല്ലേ. അടുത്ത ചോദ്യം, വൈശാഖ മാസത്തിൽ നാരായണീയവും കൂടി ഇതിൽ ഉൾപ്പെടുത്തിക്കൂടെ എന്നാണ് സന്ധ്യാശരത്ത് എന്ന ഭക്തയുടെ ചോദ്യം. നാരായണീയം അങ്ങനെ വിശദമായിട്ട് പറഞ്ഞു തരാനുള്ളൊരു ആചാര്യനെ അന്വേഷിക്കുന്നുണ്ട് വിഷ്ണു. കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് ഇതിൽ നാരായണീയം ഒരു ക്ലാസ് ആയിട്ട് തന്നെ നടത്താൻ സാധിക്കട്ടെ. ഗുരുവായൂരപ്പൻ അതിനും അനുഗ്രഹിക്കട്ടെ. ഇനി എന്നോടാണ് ചോദ്യമെങ്കിൽ എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും എനിക്കൊരു ശ്ലോകം തെറ്റുകൂടാതെ ചൊല്ലാൻ പറ്റുമോ എന്നുള്ളത് ഭയങ്കര പേടിയുള്ള കാര്യമാണ്. ഞാൻ ചൊല്ലില്ല. പകുതിയൊക്കെ ചൊല്ലുമ്പോഴേക്കും തന്നെ എൻ്റെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങും. അപ്പോൾ അതിനൊരു ആധികാരമായിട്ട് ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. നാരായണീയം ഇങ്ങനെ ചൊല്ലിയുള്ള ഒരു ഇതേ ഉള്ളൂ. അപ്പോൾ ആചാര്യൻ ഇങ്ങനെ സമ്പൂർണ്ണ നാരായണീയം വായിക്കുന്ന സമയത്ത് അവർ ഓരോ ഭാഗങ്ങൾ ഉച്ചരിക്കുന്ന രീതിയൊക്കെ കേട്ട് കഴിഞ്ഞാൽ അത്ഭുതം തോന്നാറുണ്ട്. ഇത് ഇങ്ങനെയായിരുന്നില്ലേ എന്ന്. അപ്പോൾ എനിക്ക് പേടിയാട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. പക്ഷെ നാരായണീയം വായിച്ചാൽ എന്താ ഇഹവും പരവും സുഖാവും, അതേ എനിക്ക് പറയാൻ അറിയുള്ളൂ. അടുത്ത ചോദ്യം, സാവിത്രി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, സർപ്പം എപ്പോഴും വീട്ടിൽ വരുന്നു, ഇതിന് എന്താണ് വഴിപാട് ചെയ്യേണ്ടതെന്ന്. അങ്ങനെ എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. ശിവൻ്റെ അമ്പലത്തിലാണ് കൂടുതലായിട്ടും, അല്ലെങ്കിൽ നാഗക്കാവിലേക്കൊക്കെ ഒഴിഞ്ഞു വെക്കാറ്, അങ്ങനെയൊക്കെ പതിവുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല കേട്ടോ. കാളിയമർദ്ദനം ചൊല്ലുന്നത് നല്ലതാട്ടോ. ഞാൻ എല്ലാം ഗുരുവായൂരപ്പനായിട്ട് റിലേറ്റഡ് ആയിട്ടേ പറയുള്ളൂ. എനിക്കറിയാത്തതുകൊണ്ടാണ്. മറ്റ് ഈശ്വരന്മാരുടെ വഴിപാടുകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും നിശല്യാത്തതുകൊണ്ടാട്ടോ അങ്ങനെ പറയണേ. അപ്പം എനിക്ക് ആനയെ പേടിയായാൽ അല്ലെങ്കിൽ ആനയുടെ സ്വപ്നം കണ്ടാൽ ഞാൻ വേഗം പോയിട്ട് ഗണപതിനെ വിളിക്കും. ഒപ്പം ഗുരുവായൂരപ്പനോട് പറയും, ഉണ്ണികൃഷ്ണ എനിക്ക് ആനയെ പേടിയാണ്, ഞാൻ ആനയെ സ്വപ്നം കാണുന്നു. കുവലയാപീഠത്തിനെ അദ്ദേഹം വധിച്ച ആ ഒരു ഭാഗം അനുസ്മരിക്കും. ഇതേമാതിരി തന്നെ സർപ്പങ്ങളെ കാണുകയാണെങ്കിൽ ഭഗവാനേ കൃഷ്ണ, എനിക്കറിയില്ല കേട്ടോ ഇത് എങ്ങനെയാണ് വരണേന്ന്, എവിടുന്നാ വരണേന്ന്, എന്തെങ്കിലും സർപ്പദോഷങ്ങളോ നാഗദോഷങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റിത്തരണേന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ കാളിയമർദ്ദനം അനുസ്മരിക്കും. അതാണ് പതിവ്. അപ്പം അങ്ങനെ ചെയ്തോളൂ എന്ന് പറയാനേ എനിക്കും അറിയുള്ളൂ. 3 പേര് ഒരേ ചോദ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഉഷ വേണു എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഷീല എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ റോഷ്നി എന്നൊരു ഭക്ത. ഈ 3 പേരും ചോദിച്ചിരിക്കുന്നത് മെയ് മാസത്തിൽ കാളിയമർദ്ദനം കൃഷ്ണനാട്ടംകളി ഏതൊക്കെ ദിവസങ്ങളിലാണ് ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 5, 14, 24 ഈ 3 ദിവസങ്ങളിലാണ് മെയ് മാസം കൃഷ്ണനാട്ടംകളി കാളിയമർദ്ദനം വരുന്നത് കേട്ടോ. ഒന്നും കൂടെ പറയാം, 5-ാം തീയതി, 14-ാം തീയതി, 24-ാം തീയതി ഇങ്ങനെ 3 ദിവസങ്ങളിലാണ് മെയ് മാസത്തിൽ കാളിയമർദ്ദനം കൃഷ്ണനാട്ടംകളി വരുന്നത്. കിട്ടിയല്ലോ. വിനോദിനി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്. 24-ാം തീയതി അമ്പലപ്പുഴ ടെമ്പിളിൽ സവിതയെ കണ്ടു, പക്ഷേ മനസ്സിലായില്ല. പാൽപ്പായസം കൗണ്ടറിൻ്റെ അടുത്ത് വെച്ചിട്ട് റെഡ് കളർ ഡ്രസ്സ് ഇട്ടിട്ട് കണ്ടിരുന്നു. സവിതയാണോ എന്ന് പറയാൻ അല്ല കേട്ടോ, ഞാനല്ല, അത് ഞാനല്ല. കാരണം ഞാൻ 24-ാം തീയതി അവിടെ നിന്ന് തിരിച്ചു പോന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അമ്പലത്തിൽ പോയത് സെറ്റ് മുണ്ട് എടുത്തിട്ടാണ്. അപ്പോൾ ഞാൻ ചുരിദാർ ഇട്ടിട്ടല്ല പോയത്. ചുരിദാർ ഇട്ടിട്ടൊക്കെ പോകാറുണ്ട് കേട്ടോ, പക്ഷെ അന്ന് കണ്ടത് എന്നെ ആയിരിക്കില്ല എന്ന് തോന്നുന്നു. നമുക്ക് ഇനി വരുന്ന സമയത്ത് കാണാമെന്ന് വിചാരിക്കുന്നു. എൻ്റെ അത്രയും സാമ്യമുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ എനിക്കറിയില്ല. നിങ്ങൾ എന്തും കാണുന്നതല്ലേ. വലിയ കമ്മലൊക്കെ ഇട്ടതുകൊണ്ട് തോന്നിയതായിരിക്കാം. ഞാനെപ്പോഴും വലിയ കമ്മലല്ലേ ഇടാറ്. അപ്പം അത് ഞാനായിരുന്നില്ല. ഞാൻ 24-ാം തീയതി പോയിട്ടില്ല അമ്പലത്തിലേക്ക്. ഞാൻ ഇങ്ങോട്ട് പോകുന്നു 24-ാം തീയതി ആകുമ്പോഴേക്കും. 25-ാം തീയതി എൻ്റെ കുട്ടിയുടെ പിറന്നാളായിരുന്നു. അപ്പം ഞാൻ അപ്പോഴേക്കും തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പം ഞാനല്ല കേട്ടോ. അടുത്ത ചോദ്യം, സീനാവാസൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്. കശുവണ്ടി കൊണ്ട് തുലാഭാരം ചെയ്യാൻ കശുവണ്ടി വീട്ടിൽ നിന്ന് കൊണ്ടുവരണോ അതോ അവിടെ കിട്ടുമോ എന്ന്.
ഇല്ല കേട്ടോ. നമുക്ക് തുലാഭാരം ലിസ്റ്റ് തന്ന ദ്രവ്യത്തിൽ ഈ കശുവണ്ടി എന്ന ദ്രവ്യം ഇല്ല. അപ്പോൾ അത് നമ്മൾ കൊണ്ടുവരേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് തുലാഭാരം വേണമെങ്കിൽ എത്ര കിലോ ആണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അത്രയും കിലോ അത് നമ്മൾ തന്നെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. നീതു എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, കൃഷ്ണ വിഗ്രഹം സ്വപ്നം കണ്ടാലത്തെ ഫലം എന്താന്ന് മുമ്പേ ചോദിച്ചിരുന്നു, ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു കേട്ടോ. ക്ഷമിക്കും, ഞാൻ കാണാത്തത് കൊണ്ടാണ്. കൃഷ്ണ വിഗ്രഹം സ്വപ്നം ഭഗവാന് സ്വപ്നം കാണുന്നത് നല്ലതാണ്. എനിക്ക് അത്രേ അറിയുള്ളൂ കേട്ടോ പറയാൻ. ഈ സ്വപ്നങ്ങളുടെ നിമിത്തങ്ങളൊന്നും പറയാൻ എനിക്ക് ആധികാരികമായിട്ട് അതൊന്നും പറയാൻ അറിയില്ല. അതൊക്കെ നമ്മൾ ജ്യോതിഷനൊക്കെ വിടേണ്ട കാര്യങ്ങളാണെന്ന് തോന്നുന്നു. പക്ഷേ ഭഗവാനെ സ്വപ്നം കാണുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. നമ്മളെപ്പോഴും ഗുരുവായൂരപ്പനെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വരെ ആലോചിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് അത്രയും ഡീപ്പായിട്ട് കുഞ്ഞികൃഷ്ണൻ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഗുരുവായൂരപ്പനെ സ്വപ്നം കാണുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ നമ്മുടെ അടുത്ത് അത്രയും അനുഗ്രഹം ചൊരിയാനായിട്ട് അനുഗ്രഹദായകനായിട്ടുള്ളത് കൊണ്ടാണ് എപ്പോഴും നമുക്ക് അങ്ങനെയൊക്കെ സാധിക്കണേന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ കൃഷ്ണവിഗ്രഹം കാണുന്നതൊക്കെ എന്തുകൊണ്ടും വളരെ 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 നല്ലതാണ്. അത്രേ പറയാനറിയുള്ളൂ. ചിത്ര എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, എള്ളുകൊണ്ട് തുലാഭാരം നടത്താൻ മുൻകൂട്ടി പറയണോ, എത്ര രൂപയാണെന്ന്? മുൻകൂട്ടി പറയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇവിടെ ലഭ്യമായ ദ്രവ്യമാണ്. 150 രൂപയാണ് കിലോന്. 1 കിലോ എള്ളിന് 150 രൂപ എന്ന കണക്കിനാണ് നമ്മുടെ ശരീരഭാരത്തിനനുസരിച്ചാണ് അടയ്ക്കേണ്ടത്. സാധാരണ രോഗാവസ്ഥയിലൊക്കെ കിടക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് എള്ളോളം ജീവൻ ഉണ്ടെങ്കിൽ അവരെ തിരിച്ച് എത്തിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് എള്ളുകൊണ്ട് തുലാഭാരം തൂക്കാൻ നേരാറ്. അതിന് മാത്രമൊന്നുമല്ല കേട്ടോ, നമ്മുടെ ഇഷ്ടമാണ്, എന്തിനു വേണമെങ്കിലും നേരാം. സാധാരണ ഇങ്ങനെയാണ് കേട്ടോ പതിവുള്ളത്. അതുപോലെ തന്നെ അരുൺ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട്, പാലഭിഷേകം ചീട്ടാക്കുന്നതിന് എത്ര രൂപയാണെന്ന്? മിനിമം 15 ദിവസത്തിനേ പാലഭിഷേകം ഷീട്ടാക്കാൻ സാധിക്കുള്ളൂ. ഒരു ദിവസത്തിനായിട്ട് ഷീട്ടാക്കാൻ സാധിക്കില്ല. 15 ദിവസത്തിന് 450 രൂപയാണ് ഷീട്ടാക്കാൻ വേണ്ടത് കേട്ടോ. അടുത്ത ചോദ്യം, ശ്രീലത എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട്, നാമം ജപിക്കുമ്പോൾ താഴെ ഇരുന്ന് ജപിക്കാൻ പറ്റാത്തതുകൊണ്ട് ചെയറിലിരുന്നാണ് ജപിക്കുന്നത്, അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന്? ഒരു കുഴപ്പമില്ല. നാരായണനാമം നമുക്ക് കിടന്നും ജപിക്കാം എന്നാ. നമ്മൾ എഴുന്നേൽക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ കിടപ്പ് രോഗികളായിട്ടുള്ളവരാണെങ്കിൽ പോലും നാമം ജപിക്കുമ്പോൾ നമുക്ക് കിടന്ന് ജപിച്ചാലും കുഴപ്പമില്ല. നാരായണ 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 എന്ന് എപ്പോൾ വേണമെങ്കിലും ജപിക്കാം എന്നാണ് ആചാര്യന്മാർ, ഭക്തോത്തമന്മാരായിട്ടുള്ള ആളുകൾ നമ്മളോട് പറഞ്ഞു വെച്ചിരിക്കുന്നത്. എഴുത്തച്ഛനാണെങ്കിലും കുറൂരമ്മയാണെങ്കിലും പൂന്താനാണെങ്കിലും ഒക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത് നാമം ജപിക്കാൻ ഒരു റെസ്ട്രിക്ഷനും ഇല്ല എന്നാ. ഇവരൊക്കെ പറഞ്ഞതൊന്ന് ആഴത്തിൽ ചിന്തിച്ചാണ്ടല്ലോ നമുക്ക് മനസ്സിലാവും, ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാണ്ടല്ലോ അത്രയും നമ്മളെ സ്നേഹിക്കണ ആളാണ്. ഒരിക്കലും ഒന്നിനും റെസ്ട്രിക്ഷൻ വെക്കാതെ നീ എൻ്റെ അല്ലേ എന്ന് ചോദിക്കുന്ന ആ ഒരു ചൈതന്യമാണ് ഭഗവാൻ എന്ന് നമുക്ക് മനസ്സിലാവും കേട്ടോ. കാരണം പൂന്താനം പറഞ്ഞിട്ടുണ്ട്, വേറൊരാളെ പരിഹസിച്ചിട്ടാണെങ്കിൽ പോലും നാമം ജപിച്ച് കഴിഞ്ഞാൽ ഭഗവത് പാർഷദന്മാരാണ് നമ്മുടെ അടുത്തേക്ക് വരിക. ഒരിക്കലും നമുക്ക് നരകം കാണേണ്ടി വരില്ല എന്നാണ് അദ്ദേഹം ഉറപ്പ് തരുന്നത്. അതേപോലെ തന്നെ എഴുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഋതുവായ പെണ്ണിന് നാവ് കൂടാതെ ജനിച്ചിട്ട് ഉള്ള ആളുകൾ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും നാമം ജപിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. കുറൂരമ്മ നാമം ജപിക്കാൻ പാടുമോ ഋതുവായ സമയത്ത് എന്ന് ചോദിക്കുമ്പോൾ കുറൂരമ്മ ചോദിക്കുന്നത്, മരിച്ചു പോവില്ല എന്ന് ഉറപ്പുണ്ടോ ഋതുവായിരിക്കണ സമയത്ത് എന്ന്. നമ്മൾ അങ്ങനെ സ്ത്രീ സഹജമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുള്ള സമയത്ത് മരിച്ചു പോവില്ല എന്ന് നമുക്ക് കുറേ ഉറപ്പില്ലല്ലോ. മരണസമയത്ത് നാമം ജപിക്കണം എന്നുള്ളതും ഉറപ്പാണല്ലോ. അപ്പോൾ എപ്പോഴാണ് നാമം ജപിക്കാതിരിക്കേണ്ടതെന്ന്? എപ്പോഴും നാമം ജപിക്കാം കേട്ടോ. അങ്ങനെയാണ് ഭക്തോത്തമരായിട്ടുള്ള എല്ലാവരും പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പം എങ്ങനെ വേണമെങ്കിലും നമുക്ക് യാത്രകളിലാണെങ്കിലോ ഇരുന്നിട്ടോ കിടന്നിട്ടോ നടന്നിട്ടോ എങ്ങനെയാണെങ്കിലും നമ്മൾ നമ്മുടെ ഉണ്ണികൃഷ്ണനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. അതേ വേണ്ടു, ബാക്കിയെല്ലാം അദ്ദേഹം ആയിക്കോളും. അദ്ദേഹം ഉണ്ടല്ലോ, നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കാൻ തുടങ്ങിയാണ്ടല്ലോ 10 ഇരട്ടി എന്നൊന്നും പറഞ്ഞാൽ പോരാ, 100 ഇരട്ടി നമ്മളെ ഇങ്ങോട്ട് സ്നേഹിക്കും. നീ എൻ്റെ ആണ് എന്നാണ് ഭഗവാൻ പറയണത്. ഭഗവാന് ഞാനൊക്കെ ഇങ്ങനെ വിഷമം വന്നു കഴിഞ്ഞാൽ ചോദിക്കാറുള്ളത്, എൻ്റെ ഗുരുവായൂരപ്പ എന്നല്ലേ വിളിക്കാറ് നമ്മളെപ്പോഴും. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പ്രഭാഷണത്തിൽ ആചാര്യൻ പറയാണ്, നെഞ്ചിൽ കൈവച്ച് നമ്മളെപ്പോഴും പറയണ ഒരു കാര്യമാണ് എൻ്റെ ഗുരുവായൂരപ്പ എന്ന്. നിങ്ങൾ ഈ എൻ്റെ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ആരാണ് ഗുരുവായൂരപ്പനെ തന്നത് എന്നറിയോ എന്ന്? അതിൻ്റെ ഉത്തരം ഗുരുവായൂരപ്പൻ തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തേക്ക് ഗുരുവായൂരപ്പനെ തന്നത്. കാരണം നമ്മൾ അങ്ങോട്ട് അദ്ദേഹത്തിനെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ നീ എൻ്റെ അല്ലേ എന്നാണ് ഭഗവാൻ ചോദിക്കുക. ഭഗവാൻ നമ്മുടെ ആണെങ്കിൽ പിന്നെ നമ്മൾ ഭഗവാന്റെ ആണല്ലോ. അപ്പം എൻ്റെ ഗുരുവായൂരപ്പ എന്നാണ്, അങ്ങനെയാണ് അത്രേ നമുക്ക് വിളിക്കാൻ പറ്റണത്. അപ്പോൾ അങ്ങനെ ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ല. നാമം ജപിക്കാൻ എങ്ങനെ ആയാലും ജപിച്ചോളൂ കേട്ടോ.
മോളി എന്നൊരു ഭക്ത, ഞാൻ ആ മെസ്സേജ് വായിക്കാം കേട്ടോ. സവിതക്കുട്ടി, എന്നെ മറന്നോ? ഞാൻ 2-3 ദിവസം സംശയങ്ങൾ ചോദിച്ചു, കണ്ടു കാണില്ല എന്ന് വിചാരിക്കുന്നു. ഭജന ഇരിക്കുമ്പോൾ രുദ്രതീർത്ഥകുളത്തിൽ കുളിച്ചു വേണമോ ഭഗവാനെ കാണാൻ? അങ്ങനെ തന്നെ വേണമെന്നുണ്ടോ? അതുപോലെ നമുക്ക് ഈറനായ അകത്ത് പെട്ടെന്ന് കയറാൻ പറ്റില്ലയോ? ചിലപ്പോൾ 4 മണിക്കൂറൊക്കെ വരിയിൽ നിൽക്കാറുണ്ട്. അപ്പോഴേക്കും ഈറൻ മാറിപ്പോവില്ലേ, ഉണങ്ങിപ്പോവില്ലേ എന്നാണ് ചോദ്യം. മോളി ചേച്ചിയുടെ ഒരു മെസ്സേജ് ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചിരുന്നു. മോളി ചേച്ചിയാണിത് കാണാത്തത്, ഞാൻ മറന്നിട്ടില്ല കേട്ടോ. പിന്നെന്താ വെച്ചാൽ, രുദ്രതീർത്ഥ കുളത്തിൽ എന്നെ കുളിച്ചുകൊണ്ട് തന്നെ വേണം ഭജന ഇരിക്കണം എന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. ദൂരദേശങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ അങ്ങനെ കുളിച്ചു തൊഴാൻ പാകത്തിനൊന്നും ആവില്ല ചിലപ്പോൾ വരുന്നുണ്ടാവുക. നമ്മുടെ ഇഷ്ടമാണ്. മാത്രമല്ല, ഒരുപാട് നേരം ഈറനോടെ നിൽക്കാൻ പറ്റാത്ത ആളുകളുണ്ട്, സാധിക്കാത്ത ആൾക്കാരുണ്ട്. ഈറനോട് നിന്ന കാലുവേദന, നടുവേദനയൊക്കെ വരുന്ന ആളുകളുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങൾ. അപ്പം അങ്ങനെയുള്ള ആളുകൾക്കും അങ്ങനെ ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. പക്ഷെ ഈറനോടെ തൊഴുന്നത് വളരെ ഉത്തമമാണ് എന്ന് ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് രുദ്രതീർത്ഥക്കുളത്തിന് ഒരുപാട് പ്രത്യേകതകളും ഉണ്ട്. ഇത് രണ്ടും കണക്കിലെടുത്തുകൊണ്ട് രുദ്രതീർത്ഥക്കുളത്തിൽ കുളിച്ചു തൊഴുന്നത് വളരെ 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 ഉത്തമമാണ്. സാധിക്കുന്നവർ ചെയ്യൂ, അല്ലാത്തവർ സാധാരണ പോലെ കുളിച്ച് വന്നിട്ട് ഭഗവാന്റെ അടുത്ത് ഭജന ഇരുന്നാൽ മതി. മാത്രമല്ല, ഈറനോടെ നിന്ന് തന്നെ തൊഴാൻ പറ്റിക്കൊള്ളണം എന്നില്ലല്ലോ എന്നാണ് അടുത്തത് മോളി ചേച്ചിയുടെ ചോദ്യം. ഇല്ല, ഇന്ന് ഞാനിപ്പോൾ അമ്പലക്കുളത്തിൽ കുളിച്ചിട്ട് ഞാൻ അകത്തെത്തുമ്പോഴേക്കും ഞാനൊക്കെ ഉണങ്ങി കേട്ടോ. അത്രയും നേരം നിന്നിട്ടാണ് തൊഴാൻ പറ്റിയത്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നുമില്ല. ഈറനോടെ വന്ന് തൊഴുന്നതിനൊരു മാഹാത്മ്യം കൽപ്പിച്ച് വെച്ചിട്ടുണ്ട് പൂർവികർ എന്നുള്ളത് കൊണ്ട് അങ്ങനെ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ അത് നിർബന്ധമുള്ള കാര്യമല്ല. പിന്നെ അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് വരാം. ഇന്ന് കുറേ ചോദ്യങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇൻ ബിറ്റ്വീൻ ഏതെങ്കിലും ചോദ്യങ്ങളൊക്കെ വിട്ടുപോയി വെച്ചാൽ ഒട്ടും വിഷമിക്കരുത്, വിഷമമൊന്നും തോന്നരുത്. ഈ വീഡിയോൻ്റെ താഴെ ആ ചോദ്യങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കൂ. അടുത്ത ദിവസം ആ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരവും കൊണ്ടുവരാൻ സാധിക്കട്ടെ. ഗുരുവായൂരപ്പൻ അതിനും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എല്ലാവരോടും വീണ്ടും 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 പറയുന്നു, വളരെ ബ്ലിസ്ഫുൾ ആയിട്ടുള്ള ഒരു വൈശാഖ മാസമാവട്ടെ എല്ലാവർക്കും ഇന്ന് ആശംസിച്ചുകൊണ്ട് സർവരോഗവിനാശന, സർവപാപവിനാശന, സർവദുഃഖവിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ.